ഒരു മരുഭൂമി കണക്ക് കിടന്നൊരു സ്ഥലം. ആ സ്ഥലത്ത് ഒരുപാട് കഴിവുള്ള ആൾക്കാർ വന്നു. അവിടെ ഒരു വിഷണറി ആയിട്ടുള്ള ലീഡർ ഉണ്ടായിരുന്നു. ആ ലീഡറും ഈ കഴിവുള്ള ആൾക്കാരും എല്ലാവരും കഷ്ടപ്പാട് കൊണ്ട് കെട്ടിപ്പടുത്തെടുത്ത സാധനമാണ് ഈ കാണുന്ന ബുർജ് ഖലീഫ, നിങ്ങൾ ഈ കാണുന്ന ദുബായ്. ഈ ദുബായ് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ഏത് സെലിബ്രിറ്റീസ് നിങ്ങൾ എടുത്ത് നോക്കിയാലും എല്ലാവരുടെയും അടുത്ത എൻഡ് ഡെസ്റ്റിനേഷൻ പോയിട്ട് എന്ന് പറഞ്ഞാൽ ദുബായ് ആയിരിക്കും. അത് ഇവിടെ വന്നിട്ടുള്ളവർക്ക് അതിൻ്റെ ലൈഫ് സ്റ്റൈലും ക്വാളിറ്റിയെല്ലാം അറിഞ്ഞിരിക്കുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഒരു സാധാരണക്കാരന് ഇവിടെ താമസിക്കണമെങ്കിൽ നല്ല പൈസ കൊടുക്കേണ്ടി വരും. നമുക്ക് ചെറിയ റെൻ്റൊന്നും കൊടുത്താൽ ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല. 60 ലക്ഷം to 70 ലക്ഷം രൂപയുടെ ഒരു വീടിൻ്റെ റെൻറ്റ് ഇവിടെ വരുന്നത് ഇന്ത്യൻ രൂപ. സോ നിങ്ങളൊന്ന് ആലോചിക്കണം, നിങ്ങളിപ്പോൾ ഒരു നോർമൽ സാലറി ഉള്ള ഒരാളാണ്, ഒരു മീഡിയം സാലറി ഉള്ള ഒരാളാണ്. നിങ്ങൾക്കൊരു വീട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നാട്ടിലൊരു വീട് വയ്ക്കും. ആ വീടിൻ്റെ പേയ്മെൻറ്റും ലോണൊക്കെ അടച്ച് ചെയ്യുമ്പോൾ നിങ്ങളൊരു 10 വർഷം അങ്ങനെ പോകും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫാമിലിയിൽ താമസിക്കാൻ അവിടെ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ ഫാമിലി കൊണ്ട് ഇവിടെ വരും. ഇവിടെ നിങ്ങളൊരു റെൻ്റ് ഔട്ടിൻ്റെ ഒരു ടൗൺ ഹൗസോ അല്ലെങ്കിൽ ഒരു വില്ലോ എടുത്താൽ മിനിമം 60 ലക്ഷം to 1 CR വരെ നിങ്ങൾ റെൻറ്റ് മാത്രം ഒരു വർഷം അടയ്ക്കേണ്ടി വരും. സോ അതിൽ നിന്നെല്ലാം വിട്ട് നിർത്തി നിങ്ങൾക്ക് ഒരു 1.5 CR അല്ലെങ്കിൽ 2 CR ഇൻഷ്യലി അടയ്ക്കാൻ പറ്റുമെങ്കിൽ മാസം 1% വെച്ച് നിങ്ങൾക്കൊരു സിമ്പിളായിട്ടൊരു പേയ്മെൻറ്റ് പ്ലാനിൽ, അതും 1% വെച്ച് 75 മാസം പേയ്മെൻറ്റ് പ്ലാൻ, ഇടയ്ക്ക് 2-3 ബുള്ളറ്റ് പേയ്മെൻറ്റേ ഉള്ളൂ. അതും ഇതേപോലത്തെ ഒരു 47 എക്സ്ക്ലൂസീവ് അമ്യൂണിറ്റീസ് ഉള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് അത് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റും. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്ററിനായിക്കോട്ടെ അല്ലെങ്കിൽ താമസിക്കാനായിക്കോട്ടെ ബോത്തായിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്ക്. ഞാൻ കാര്യങ്ങളെല്ലാം, കാരണം ഈ 47 അമ്യൂണിറ്റീസിനെ പറ്റി ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ നമ്പറിൽ വിളിക്ക്, ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം.